ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. നമ്മുടെ സെറ്റ് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നു. ഒത്തിരി അധികം കുട്ടികൾ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വളരെയധികം നിരാശയിലിരിക്കുകയാണ് അല്ലെ. ഒത്തിരി കുട്ടികൾ നമ്മളെ വിളിക്കാറുണ്ട്, എങ്ങനെ ഞാൻ ഇനി അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യും, ഇനിയും ഞാൻ പഠിച്ചു തുടങ്ങണ്ടേ, ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണ്ടേ. നിങ്ങൾ ഏകദേശം ബേസ് ആയിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ, അതായത് കഴിഞ്ഞ തവണത്തെ പോലെയാണെങ്കിൽ ഫെബ്രുവരി 2-നാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2026 ഫെബ്രുവരി എക്സാം നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. സാധാരണ ജനുവരിയിലാണ്, കഴിഞ്ഞ തവണ ഫെബ്രുവരിയിലാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നതാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ മതി, നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, കുറച്ച് പൊടി തട്ടി എടുത്താൽ മതി. എങ്ങനെ പഠിക്കണമെന്ന് അറിഞ്ഞു തന്നെ നിങ്ങൾ പഠിക്കണം. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കറിയാം സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ നിങ്ങൾ BEdന് പഠിച്ചതാണ്, വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണല്ലേ BEdന്, നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വരും ആ ഭാഗത്ത് നിന്നുള്ള മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം. ഒരു എക്സാമിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം എടുക്കാൻ കാരണം ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത്രയും മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഓരോ പാർട്ടും തരം തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നോക്കാം, നമുക്ക് സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാം തന്നെയായിരിക്കും. The stage of psychosocial development that takes place during young adulthood according to Erikson's theory. എറിക്സണെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് തിയറി നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ 8 സ്റ്റേജസ്, ആ തിയറിയിൽ പറയുന്ന 8 സ്റ്റേജസിനെയും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലെ. ഓരോ വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും കടന്നു പോകുന്ന പ്രതിസന്ധികളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഓരോ സ്റ്റേജസിലും പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഓപ്ഷൻ എ ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്, ബി ജനറേറ്റിവിറ്റി വേഴ്സ് സ്റ്റാഗ്നേഷൻ, സി ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സ് ഡെസ്പെയർ, ഓപ്ഷൻ ഡി ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സ്റ്റേജ് ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് യങ് അഡൾട്ട്ഹുഡ് അക്കോർഡിംഗ് ടു എറിക്സൺസ് തിയറി. എറിക്സൺസ് തിയറി അനുസരിച്ച് അത് ഏത് സ്റ്റേജിലാണ്? അത് ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ. അതിന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ആ സ്റ്റേജസ് അറിയണം അല്ലെ. എറിക്സൺ പ്രപ്പോസ് ചെയ്ത തിയറിയിൽ 8 സ്റ്റേജസുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേജസുകളുടെ എണ്ണവും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട്, അടുത്തെന്താണ്? ഇനിഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി, ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ, ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സ് സ്റ്റാഗ്നേഷൻ, ഇന്റഗ്രിറ്റി വേഴ്സ് ഡിസ്പെയർ. അപ്പൊ നിങ്ങൾ ഈ ചാർട്ടിനെ വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ഇതുപോലെ ആയിരിക്കില്ല ചോദ്യം വരിക. വേറെ ഏതെങ്കിലും സ്റ്റേജ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ എത്രാമത്തെ സ്റ്റേജ് എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. കൃത്യമാണ്. അപ്പൊ എറിക്സന്റെ 8 സ്റ്റേജസും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓരോ സ്റ്റേജിലും വരുന്ന പ്രതിസന്ധികളെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ദ സൈക്കോളജിക്കൽ തിയറി ഓഫ് ഇന്റലിജൻസ് which describes human intelligence as a combination of operations, contents and products. നോക്കൂ, ഓപ്ഷൻ എ ദ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. ആരുടെ തിയറിയാണെന്ന് ഓർമ്മ വരുന്നില്ലേ? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, സ്പിയർമാൻസ് തിയറി.
ഓപ്ഷൻ സി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഓപ്ഷൻ ഡി തേഴ്സൺസ് ഇന്റലിജൻസ് തിയറി. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നോക്കൂ, ഏതിലാണ്? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അല്ലെ? ആരുടെ തിയറിയാണ് ഓർമ്മ വരുന്നത്? ഗിൽഫോർഡിന്റെ തിയറിയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അല്ലെ? ഇനി സ്പിയർമാന്റെ തിയറി ഏതാ? 2 ഫാക്ടർ തിയറിയാണ് അല്ലെ? 2 ഫാക്ടർ തിയറി. അവിടെയാണ് നിങ്ങൾ G ഫാക്ടറും S ഫാക്ടറും ഒക്കെ പഠിച്ചിട്ടുള്ളത്. ഇനി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരുടേതാ? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരുടേതായിരുന്നു? ഹോവാർഡ് ഗാർഡ്നറുടേതാണ് അല്ലെ? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഇനി തൗസൻഡ്സ് ഇന്റലിജൻസ് തിയറി ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ്. അപ്പൊ ഓരോ തിയറിയും ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ ദ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സൈക്കോളജിക്കൽ തിയറി ഓഫ് ഇന്റലിജൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് ഹ്യൂമൻ ഇന്റലിജൻസ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേഷൻസ്, കോണ്ടന്റ്സ് ആൻഡ് പ്രോഡക്റ്റ്. ഇനി ഈ ഓപ്പറേഷൻസിലും കോണ്ടന്റിലും പ്രോഡക്റ്റിലും ഉൾപ്പെടുന്നവയും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പലപ്പോഴും ഓപ്ഷൻസിൽ അതും കാണാറുണ്ട്. നോക്കാം നമുക്ക്. നോക്ക്, കോണ്ടന്റിൽ ഏതൊക്കെ ഉൾപ്പെടും? വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സിമാന്റിക്, ബിഹേവിയറൽ. പ്രോഡക്റ്റിലാണെങ്കിലോ യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫർമേഷൻ, ഇംപ്ലിക്കേഷൻസ്. അടുത്ത ഓപ്പറേഷൻസിലാണെങ്കിലോ ഏതൊക്കെയാണ്? ഇവാലുവേഷൻ, കൺവെർജന്റ് പ്രൊഡക്ഷൻ, ഡൈവർജന്റ് പ്രൊഡക്ഷൻ, മെമ്മറി, കോഗ്നിഷൻ. ഇത് മൂന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കണ്ടന്റ്സ്, പ്രോഡക്റ്റ്, ഓപ്പറേഷൻസ്. ഗിൽഫോർഡിന്റെ തിയറിയാണ്. ആരുടേതാണ്? ഗിൽഫോർഡിന്റെ തിയറിയാണ് കേട്ടോ, മറക്കരുത്. 2 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എറിക് എറിക്സന്റെ തിയറിയും അതുപോലെ ഗിൽഫോർഡിൻ്റെതും കേട്ടോ. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. അടുത്ത ചോദ്യം നോക്കാം. എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ലേണേഴ്സ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ അറ്റൻഡൻസ്, ടെസ്റ്റ് സ്കോർ, health status and all other details is rating scale, attendance record, anecdotal record, cumulative record. ഏത് പരിശോധിച്ചാലും അറിയാൻ സാധിക്കുക? ക്യുമുലേറ്റീവ് റെക്കോർഡ് ആണ് അല്ലെ? ക്യുമുലേറ്റീവ് റെക്കോർഡിന്റെ പ്രത്യേകത എന്താണ്? ഒരു അക്കാഡമിക് ഇയറിലെ മുഴുവൻ കാര്യങ്ങളും, ഒരു കുട്ടിയെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെ? അങ്ങനെ വരുമ്പോ കുട്ടിയുടെ ഫ്യൂച്ചർ അറിയാൻ സാധിക്കും. ഏത് റെക്കോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ? ക്യുമുലേറ്റീവ് റെക്കോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ. എന്നാൽ എന്താ അനക്ഡോട്ടൽ റെക്കോർഡ്? ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിന്റെ ഭാഗമായി വരുന്നതാണ് ഈ പറയുന്ന അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതൊരു സംഭവത്തെ മാത്രം കാണിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി എക്സാം സമയത്ത് അടുത്തിരിക്കുന്ന കുട്ടിയോട് ചോദിക്കുന്നു, ആ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരാമോ? അവിടെ എന്താണ് നടക്കുന്നത്? ഒരു സംഭവമാണ്. ആ സംഭവത്തെ വിവരിക്കുന്ന ഒരു രേഖ, അതാണ് അവിടെ അനക്ഡോട്ടൽ റെക്കോർഡ്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇതെല്ലാം ഏത് റെക്കോർഡിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നുള്ളതാണ്. ക്ലിയർ ആണ്? ഇനി അടുത്ത എപ്പോഴും ചോദിക്കുന്നതാണ് മാച്ച് ദ ഫോളോയിങ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 120 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. നോക്കൂ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ഡി അഡ്വാൻസ് ഓർഗനൈസർ. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. 1 ലെവ് വൈഗോട്സ്കിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. 2 ഡേവിഡ് ഒസുബൽ കൊടുത്തിട്ടുണ്ട്. 3 അക്കിൻസൺ ഷ്രിഫിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. 4 ബി.എഫ്. സ്കിന്നറുടെ പേര് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ സാധിക്കോ? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആരുടേതാണ്? അക്കിൻസൺ ഷ്രിഫിൻ്റെതാണ്. അടുത്ത ഓപ്പറന്റ് കണ്ടീഷനിങ് ആരുടേതാണ്? ബി.എഫ്. സ്കിന്നർ. നിങ്ങൾക്കറിയാം അല്ലെ? അടുത്ത സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഇസഡ് പി ഡി ആരുടേതാ? ലെവ് വൈഗോട്സ്കി.
ZPD ലിവ് വൈഗോട്സ്കി. അടുത്ത അഡ്വാൻസ് ഓർഗനൈസർ ആരുടേതാ? ഡേവിഡ് ഒസുബൽ. ക്ലിയർ ആണ്? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ് ആരുടേതാ? ഡേവിഡ് ഒസുബൽ അല്ലെ. ZPD ലിവ് വൈഗോട്സ്കിയുടേതാണ്. അതുപോലെ സ്കഫോൾഡിംഗ് എന്ന കോൺസെപ്റ്റ് ആരുടേതാ? ലിവ് വൈഗോട്സ്കിയുടേതാണ്. എന്നാൽ സ്കഫോൾഡിംഗ് എന്ന ടേം കൊണ്ടുവന്നത് ആരാ? അത് ബ്രൂണർ ആണ്. ഒത്തിരി കാര്യങ്ങൾ ഓരോ ഭാഗത്തു നിന്നും പഠിക്കാനുണ്ട്, വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സ്കിന്നർ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആരുടേതാ? BF സ്കിന്നർ അല്ലെ. പ്രോഗ്രാമിംഗ് ലേണിംഗുമായി ബന്ധപ്പെട്ട വ്യക്തി BF സ്കിന്നർ കേട്ടോ. അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് A3 B4 C1 D2. ക്ലിയർ ആണ്? ഓക്കെ. അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കൂ നിങ്ങൾ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ്, സബ്സംഷൻ തിയറി, ഇക്വിലിബ്രേഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ജെറോമസ് ബ്രൂണർ ഉണ്ട്, ഡേവിഡ് ഒസുബൽ ഉണ്ട്, ജീൻ പിയാഷെ ഉണ്ട്, റോബർട്ട് ഗാഗ്നെ. നമ്മൾ നേരത്തെ ഒരു മാച്ച് ദ ഫോളോയിങ് കണ്ടപ്പോൾ അവിടെ ഡേവിഡ് ഒസുബൽ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അവിടെ? അഡ്വാൻസ്ഡ് ഓർഗനൈസറിൽ അല്ലെ. ഇവിടെ ഏതിന്റെ നേരെ ആയിരിക്കാം? നോക്കൂ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് റോബർട്ട് ഗാഗ്നെ. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് റോബർട്ട് ഗാഗ്നെ. ഇനി ഡിസ്കവറി ലേണിംഗ് നമ്മൾ നേരത്തെ സ്കഫോൾഡിംഗ് എന്ന ടേം കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞല്ലോ. ആരായിരുന്നു അത്? ബ്രൂണർ. അപ്പൊ ഡിസ്കവറി ലേണിംഗ് ആരുടേതാണ്? ജെറോമസ് ബ്രൂണർ അല്ലെ. ഇനി സ്പൈറലിംഗ് ആരുടേതാ? സ്പൈറലിംഗും ജെറോമസ് ബ്രൂണറുടേത് തന്നെയാണ് കേട്ടോ. ഇനി സബ്സംഷൻ തിയറി നമ്മൾ നേരത്തെ അഡ്വാൻസ്ഡ് ഓർഗനൈസർ ആരുടേതാണെന്ന് പറഞ്ഞു? ഡേവിഡ് ഒസുബലിന്റേതാണെന്ന് പറഞ്ഞു അല്ലെ. ഈ സബ്സംഷൻ തിയറിയും ആരുടേതാണ്? ഡേവിഡ് ഒസുബൽ. ഇനി ഇക്വിലിബ്രേഷൻ ആരുടേതാ? ജീൻ പിയാഷെ അല്ലെ. ജീൻ പിയാഷെ. ജീൻ പിയാഷെ, ബ്രൂണർ, ഇവരെയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പല ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ജീൻ പിയാഷെയുടെ കാര്യം പറയുമ്പോൾ ഇക്വിലിബ്രേഷൻ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുള്ളൂ. സ്കീമ ഓർമ്മ വരുന്നില്ലേ? അസിമിലേഷൻ ഓർമ്മ വരുന്നില്ലേ? അക്കോമഡേഷൻ ഓർമ്മ വരുന്നില്ലേ? ഓർഗനൈസേഷൻ ഓർമ്മ വരുന്നില്ലേ? വരുന്നുണ്ട് അല്ലെ. അഡാപ്റ്റേഷൻ, ഇതെല്ലാം ഓർമ്മ വരണം. ആര് കാണുമ്പോ? ജീൻ പിയാഷെ കാണുമ്പോ. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജസും നമുക്ക് ഓർമ്മ വരണം. സെൻസറി മോട്ടോർ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ. അതിന് മുമ്പുണ്ടല്ലോ എന്താണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓർഡറിൽ പറയുവാണെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ. പിയാഷെയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അതുപോലെ ബ്രൂണറുടെ കാര്യം പറഞ്ഞാലോ എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ഇതൊക്കെ ഓർമ്മ വരും. അതുപോലെ തന്നെ ഓരോ സയന്റിസ്റ്റിനെയും എടുത്ത് വളരെ വ്യക്തമായിട്ട് അവരുടെ തിയറി പഠിക്കുക. വേർഡ്സ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് കാണുമ്പോൾ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഉത്തരം ഏതാണ്? A4 B1 C2 D3. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് കേട്ടോ. ആ 4 പ്രോസസ് ഓഫ് മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഈ പറയുന്നത്. ആരുടേത്? ഡേവിഡ് ഒസുബലിന്റെ. നോക്കൂ, ഡെറിവേറ്റീവ് സബ്സംഷൻ, കോറിലേറ്റീവ് സബ്സംഷൻ, സൂപ്പർ ഓർഡിനേറ്റീവ് ലേണിംഗ്, കോമ്പിനേഷണൽ ലേണിംഗ്. എന്താ സബ്സംഷൻ? ഉൾച്ചേർക്കലാണ്. ഉൾച്ചേർക്കൽ അല്ലെ. പുതിയ അറിവിനെ കൂട്ടിച്ചേർക്കുന്നതാണ് അല്ലെ. പക്ഷി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷി നിങ്ങൾ ചെറിയ പക്ഷിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് പക്ഷിയാണെന്ന് പറഞ്ഞു തരും. എന്നാൽ പിന്നീട് ഒട്ടകപക്ഷി വലിയ പക്ഷിയെ കാണുമ്പോഴും അതും പക്ഷികളുടെ ഗണത്തിലാണ് പെടുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പുതിയ അറിവിനെ കൂട്ടിച്ചേർത്തതാണ്, അതും പക്ഷിയാണ് അല്ലെ. അതുപോലെ നോക്കൂ, ദ കോൺസെപ്റ്റ് ഓഫ് ലൈഫ് സ്പേസ് ഈസ് പാർട്ട് ഓഫ് വിച്ച് ലേണിംഗ് തിയറി? ലേണിംഗ് തിയറി എല്ലാം ക്ലിയർ ആയിരിക്കണം. സയന്റിസ്റ്റുകളുടെ പേരെല്ലാം, സൈക്കോളജിസ്റ്റുകളുടെ പേരെല്ലാം ക്ലിയർ ആയിരിക്കണം. പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ, സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണോ? നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ നേരത്തെ കണ്ട മാച്ച് ദ ഫോളോയിങ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. സ്കിന്നർ ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെറുതെ ഓപ്ഷൻ കറുപ്പിച്ചിട്ട് പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നിങ്ങൾക്കുള്ള ക്ലൂ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോ സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണെന്ന് അറിയാതെ
കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒരു പക്ഷേ കറുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും അല്ലേ? വേണ്ടി വരത്തില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നോക്കൂ, സ്കിന്നറിൻ്റെതായിരുന്നു ഓപ്പറന്റ് കണ്ടീഷനിങ്. അടുത്ത ക്വസ്റ്റ്യനിൽ കണ്ടോ, ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ്, ജസ്റ്റാൾട്ട് ഇൻസൈറ്റ് ലേണിംഗ്, ലെവിൻസ് ഫീൽഡ് തിയറി. അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ലെവിൻസ് ഫീൽഡ് തിയറി ആണ്. നോക്കൂ, അപ്പൊ ഇവിടെ പഠിക്കണം പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് പറഞ്ഞപ്പോൾ നമ്മൾ വേറെയും കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെ? നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ പറഞ്ഞായിരുന്നു. ജസ്റ്റാൾട്ട് ഇൻസൈറ്റ് ലേണിംഗ്, അത് ആരെ ഓർമ്മ വരും നിങ്ങൾക്ക്? കോഹ്ലറെ ഓർമ്മ വരും. ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളെ ഓർമ്മ വരുമ്പോൾ കോഫ്ക, കോഹ്ലർ, മാക്സ് വർത്തിമർ ഇവരൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം കേട്ടോ. ഇൻസൈറ്റ് ലേണിംഗ് വരുമ്പോൾ കോഹ്ലറെ തന്നെ ഓർക്കുക കേട്ടോ. നോക്കൂ, ഇവിടെ ആൻസർ ലെവിൻസ് ഫീൽഡ് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ഇന്റലിജൻസ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു കോംപ്രിഹെൻഡ് ഓൺ സെൽഫ് ഇൻക്ലൂഡിംഗ് ഓൺസ് ഫീലിംഗ്സ് ആൻഡ് ഇന്റൻഷൻസ്. ഓപ്ഷൻ എ ഇന്റർപേഴ്സണൽ, ഓപ്ഷൻ ബി ഇൻട്രാപേഴ്സണൽ, ഓപ്ഷൻ സി നാച്ചുറലിസ്റ്റിക്, ഓപ്ഷൻ ബി ബോഡ്ലി കൈനസ്തെറ്റിക്. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിന്റെ ഓപ്ഷനിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കണ്ടിരുന്നു. ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരുടേതാണ്? ഹൊവാർഡ് ഗാർഡനറുടേതാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധികളിൽ എത്ര തരം ബുദ്ധികളെ കുറിച്ചാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ 9 തരം ബുദ്ധികളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അതില് ഉള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏതാണ്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്റലിജൻസ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു കോംപ്രിഹെൻഡ് ഓൺ സെൽഫ് ഇൻക്ലൂഡിംഗ് ഓൺസ് ഫീലിംഗ്സ് ആൻഡ് ഇന്റൻഷൻ. വ്യക്തിപരമായ ബുദ്ധിയാണത് അല്ലെ? അപ്പൊ ഇൻട്രാ പേഴ്സണൽ. അപ്പൊ ഇത് നോക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ ഉള്ള ആ 9 ഇന്റലിജൻസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അതില് ഒഴിവാക്കിയ ഒരെണ്ണമാണ് എന്ത്? എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ബാക്കി ഏതെല്ലാമാണ്? വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ, വെർബൽ and linguistic, logical and mathematical intelligence, naturalistic intelligence, bodily kinesthetic intelligence, musical and rhythmic intelligence, അടുത്ത interpersonal, അടുത്ത intrapersonal. ഇത്രയുമാണ് ഇപ്പൊ നിലവിലുള്ള 8 ഇന്റലിജൻസ്. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. കണ്ടില്ലേ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പരസ്പരം റിലേറ്റ് ചെയ്തു കിടക്കുന്ന സൈക്കോളജി ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആൻസർ അറിയില്ല എങ്കിൽ വെറുതെ കറുപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോകരുത്. ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം, നെഗറ്റീവ് ഇല്ല എന്ന് കരുതി നിങ്ങൾ പെട്ടെന്ന് കറുപ്പിച്ചിട്ടൊന്നും പോകണ്ട കേട്ടോ. എന്ത് ചെയ്യാ? ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലൂ കിട്ടുന്നുണ്ടോ, എഴുതാൻ സാധിക്കുന്നുണ്ടോ? ടൈം എന്ത് ചെയ്യുക? അതിനുവേണ്ടി കുറച്ച് മാറ്റി വെക്കുക കേട്ടോ. നഷ്ടമൊന്നുമില്ല, നമുക്ക് മാർക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ആരും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളിവിടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സെറ്റസ്ത 4.0. നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു മെന്ററിന്റെ സപ്പോർട്ടോടു കൂടി, ആപ്പിന്റെ സഹായത്തോടു കൂടി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിളിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു പഠനമാണ്. വീക്കിലി 5 ക്ലാസ്സസ് ആണ്. 5 ലൈവ് ക്ലാസ് വരെയാണ് നമ്മൾ പോകുന്നത്. ഈ 5 ലൈവ് ക്ലാസ്സുകളിലും വളരെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് PYQ ഉൾപ്പെടെയുള്ളവ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മെൻറ്ററോടോ അല്ലെങ്കിൽ ലൈവ് സെഷൻസ് കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സിനോടോ ചോദിക്കാവുന്നതാണ്. അതുപോലെ വീക്ക്ലി എക്സാം ഉണ്ടാകും. ഡെയിലി വർക്കൗട്ടാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മടുപ്പില്ലാതെ പഠിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സെറ്റ് നേടാം. അപ്പൊ എന്ത് ചെയ്യാം? ഇനി സമയം കളയണ്ട. സെറ്റിന് വേണ്ടിയിട്ടുള്ള സമയം കുറച്ച് നിങ്ങൾ സെറ്റാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. നിങ്ങൾ PGയും BEDും ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ
ഈ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് സ്കൂളുകളിൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയുള്ളൂ. സ്കൂളുകളിൽ മാത്രമല്ല, നമ്മൾ എവിടെ ടീച്ചിങ് ഫീൽഡിൽ എവിടെ പോയാലും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. അപ്പൊ ഇനി മടിച്ചിരിക്കേണ്ട, നമ്മളോടൊപ്പം ചേരാൻ താല്പര്യമുള്ളവർ തീർച്ചയായും താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനലുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. താങ്ക്